നമസ്കാരം. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ള 5 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ADGP MR അജിത് കുമാറിനെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായക റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. ഇതോടെ സർവാധികാരിയായിരുന്ന ADGPക്കെതിരെ അച്ചടക്ക നടപടിയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും കേസ് ഡയറിയിലെ പോരായ്മകളെക്കുറിച്ച് കടുത്ത വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് പുതിയ UDF സർക്കാരിന്റെ അതിവേഗ നീക്കം. മുൻപ് ഈ കേസ് അട്ടിമറിക്കാനും കേസ് ഡയറിയിൽ തിരുത്തലുകൾ വരുത്താനും ADGP MR അജിത് കുമാർ ഉന്നത പദവി ദുരുപയോഗം ചെയ്തെന്നാണ് SITയുടെ കണ്ടെത്തൽ. അന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോൺ നൽകിയ സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് പൂഴ്ത്തിയതും അജിത് കുമാറിന് മേലുള്ള കുരുക്ക് മുറുക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്ന റിപ്പോർട്ടാണ് DGP ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. കള്ളരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം അജിത് കുമാറിനെതിരെ ക്രിമിനൽ കേസെടുക്കുന്നതും സസ്പെൻഷൻ നടപടികളിലേക്ക് കടക്കുന്നതും സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് വൈകുന്നേരത്തോടെ അന്തിമ തീരുമാനമെടുക്കും. ജൂലൈയിൽ DGP സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട അജിത് കുമാറിന് പുതിയ നീക്കങ്ങൾ കരിയറിൽ വലിയ തിരിച്ചടിയാകും. മുൻ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫും ഗുണ്ടകളും നടത്തിയ ആക്രമണത്തെ രക്ഷാപ്രവർത്തനമെന്ന് ന്യായീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് ആഭ്യന്തരമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പോലീസ് സേനയിലെ രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഉന്നത ഉദ്യോഗസ്ഥനെതിരെ തന്നെയുള്ള കർശന നീക്കം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. നവകേരള യാത്രക്കിടെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം സംസ്ഥാന പോലീസ് മേധാവി രബാണ ചന്ദ്രശേഖർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇമെയിലായി കൈമാറിയ റിപ്പോർട്ടിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമാണെന്നും വ്യക്തമാക്കിയായിരുന്നു റിപ്പോർട്ട്. അതേസമയം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരായ കേസ് അട്ടിമറിച്ചതിന്റെ ഉത്തരവാദിത്തം ഓഫീസ് ജീവനക്കാരുടെ തലയിൽ കെട്ടിവെക്കാൻ നീക്കവുമായി ADGP MR അജിത് കുമാർ വന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കേസിന്റെ രേഖകൾ താൻ തിരുത്തിയിട്ടില്ല എന്നും ഓഫീസ് ജീവനക്കാർ ഇടപെട്ടത് തന്റെ നിർദ്ദേശപ്രകാരമല്ല എന്നുമാണ് അജിത് കുമാറിന്റെ വിശദീകരണം. ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് അജിത് കുമാർ അനൌദ്യോഗികമായി വിശദീകരണം നൽകിയത്. അതേസമയം ADGP MR അജിത് കുമാറാണ് ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിലെ പോലീസ് റിപ്പോർട്ട് തിരുത്താൻ സമ്മർദ്ദം ചെലുത്തിയതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മൊഴി. അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഓഫീസിലെ 2 ഗ്രേഡ് SIമാർ കേസ് ഡയറിയും കേസ് അവസാനിപ്പിക്കാനുള്ള റിപ്പോർട്ടും നേരിട്ട് തിരുത്തിയെന്നും മൊഴിയിലുണ്ട്. എന്നാൽ കേസിന്റെ രേഖകൾ താൻ തിരുത്തിയിട്ടില്ലെന്നും ഓഫീസ് ജീവനക്കാർ ഇടപെട്ടത് തന്റെ നിർദ്ദേശപ്രകാരമല്ല എന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. എന്തായാലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രക്കിടയിലാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ സുരക്ഷാ ഭടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് അതിക്രൂരമായ മർദ്ദനം നടത്തിയത്. അന്ന് പോലീസിന്റെ മാനുവലിന് വിരുദ്ധമായി നീളമുള്ള ദണ്ഡ് ഉപയോഗിച്ചാണ് ഈ ആളുകളെ മർദ്ദിച്ചത്. അത് ചോദ്യം ചെയ്യുകയും കൃത്യമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം അത് രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ആ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ ഇപ്പോൾ സസ്പെൻഷനിലായി എന്നുള്ളതാണ് വാർത്ത.